പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്ട്രെയിറ്റ് ലൈൻ എന്ന ഈ പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ മതത്തിലൂടെ മാത്രമേ ഒരാൾക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്നത് എന്തർത്ഥത്തിലാണ്? യേശുദേവൻ ജനിക്കുന്നതിന് മുൻപ് രാജ്യത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാം നരകത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ബാക്കിയുള്ളവരും കൂടി അത് വിശ്വസിക്കണമെന്ന് പറയുന്നത് വലിയ പ്രയാസമല്ലേ? വാൽമീകിയും വേദവ്യാസനും നരകത്തിലാണെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം വരും നമുക്ക്. ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിച്ചോട്ടെ, ഒരു വിരോധവുമില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ വിശ്വസിക്കണമെന്ന് പറയുന്നതാണ് മതപരിവർത്തനം. ക്രൈസ്തവ സമൂഹം ഏറെ ബഹുമാനിച്ചിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും രാഷ്ട്രീയക്കാരനുമൊക്കെയായ ക്രൈസ്തവ സഭകളുടെ പരിസരങ്ങളുമായി വളരെ ബന്ധപ്പെട്ട കേരളത്തിലെ ഒരു ബഹുമാന്യനായ ആളുടെയാണ് ഈ വാക്കുകൾ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരിൽ പലപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അവർക്ക് എങ്ങനെ രക്ഷ ലഭിക്കും? ക്രിസ്തുവിന് മുൻപേ ജീവിച്ചു മരിച്ചത് ഏകദേശം 60 ബില്യൺ ആളുകളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ക്രിസ്തുവിന് ശേഷം ഏകദേശം 110 ബില്യൺ ആളുകൾ ജനിച്ച് ജീവിച്ച് കടന്നുപോയി. നിലവിലിപ്പോൾ 8 ബില്യൺ ആളുകൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. മനുഷ്യോൽപത്തി മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ എത്ര പേർക്ക് ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞു കാണും? വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നരകത്തിലായിരിക്കുമോ? ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യവംശത്തിന് മാർഗദീപമായി ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന് നീതിക്കും സത്യത്തിനും സമാധാനത്തിനും വേണ്ടി ജീവിച്ച മഹാത്മാക്കൾ സ്വർഗത്തിലോ അതോ നരകത്തിലോ? മഹാത്മാഗാന്ധി ഉൾപ്പെടെ അക്രൈസ്തവരായി ജീവിച്ച പുണ്യാത്മാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ചോദ്യം പലപ്പോഴും പലരും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇതിന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും സഭയുടെ ചരിത്രത്തിൻ്റെയും വെളിച്ചത്തിലുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ, പ്രത്യേകിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: വിജാതീയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമായി മനസ്സിലാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. റോമാലേഖനത്തിന്റെ 2-ാം അധ്യായം 14-15 വചനങ്ങളാണ്. ലിഖിത പ്രമാണങ്ങളോ പ്രവാചകന്മാരോ ഇല്ലാതിരുന്നിട്ടും നന്മ ചെയ്യാനും തിന്മ ഒഴിവാക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വാഭാവിക നിയമം അഥവാ നാച്ചുറൽ ലോ ദൈവം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുകയാണ്. അവരുടെ മനസാക്ഷി അവരുടെ സമ്പൂർണ്ണ ജീവിതത്തിന്റെ ദൃക്സാക്ഷിയായി നിലകൊള്ളുന്നു എന്നാണ് വചനത്തിന്റെ വെളിച്ചം. ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്റെ മനസാക്ഷിയുടെ ശബ്ദത്തിനനുസരിച്ച് ലഭ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നന്മയിലും സത്യത്തിലുമാണ് ജീവിച്ചതെങ്കിൽ അന്ത്യവിധിയിൽ അതവർക്ക് നീതീകരണമായി ഭവിക്കും. കാരണം ദൈവത്തിന് പക്ഷപാതമില്ല. റോമാലേഖനം 2:11. ആയതിനാൽ ദൈവിക നിയമങ്ങൾ ലഭിച്ചിട്ടില്ലാത്തതിന്റെ പേരിൽ ഒരുവൻ നരകത്തിൽ പോകുമെന്ന് പറയാൻ ബൈബിൾ ആരെയും അനുവദിക്കുന്നില്ല. ക്രൈസ്തവർ ആരും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ എവിടെയും അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ബാഹ്യമായ പ്രബോധനങ്ങളിലൂടെയോ പുസ്തകങ്ങളിലൂടെ അല്ല, മറിച്ച് സൃഷ്ടാവായ ദൈവം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലാണ് തന്റെ ധാർമ്മിക നിയമം എഴുതി ചേർത്തിരിക്കുന്നത്. ക്രിസ്തുവിനെപ്പറ്റി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഈ ആന്തരിക നിയമത്തെ അനുസരിച്ച് സ്വാഭാവിക നന്മയിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവഹിതത്തോട് തന്നെയാണ് സഹകരിക്കുന്നത് എന്നാണ് ബൈബിളിന്റെയും സഭയുടെയും പഠനങ്ങൾ പറയുന്നത്. എവിടെയെല്ലാം മനുഷ്യർ തങ്ങളുടെ ശരിയായ ബുദ്ധിയിലും യുക്തിയുടെ ഭദ്രതയിലും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അവരെ പ്രകാശിപ്പിക്കുന്നത് നിത്യവചനവും ദൈവപുത്രനുമായ ഈശോ മിശിഹ തന്നെയാണെന്നും അക്കാരണത്താൽ അവരെല്ലാം ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ സഭാപിതാവായിരുന്നു ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിർ. പ്രവാചകന്മാരിലൂടെയും രക്ഷകനിലൂടെയും പഠിപ്പിച്ച കാര്യങ്ങൾ ദൈവം എല്ലാ മനുഷ്യരുടെയും ആത്മാവിൽ വിതച്ചിട്ടുണ്ട് എന്നാണ് സഭാപിതാവായ ഒറിജൻ അഭിപ്രായപ്പെടുന്നത്. കത്തോലിക്ക ദൈവശാസ്ത്രത്തിലും മനുഷ്യന്റെ മനസാക്ഷി എന്നത് അത്യധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് സഭ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച്, ശരിയായി രൂപപ്പെട്ട മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുന്നോ എന്നുള്ളതാണ് നന്മ തിന്മകളുടെ മാനദണ്ഡമായിട്ട് നിൽക്കുന്നത്. ഒരു പ്രവൃത്തി ചെയ്ത സമയത്തോ അതിനുശേഷമോ അത് നന്മയാണോ തിന്മയാണോ എന്ന് മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കുന്നത് അവന്റെ മനസാക്ഷിയാണ്.
ക്രൈസ്തവ ധാർമ്മിക ചിന്തകളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് മനസാക്ഷിയാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് മനസാക്ഷി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ അപൂർണനായതുകൊണ്ട് ചിലപ്പോൾ മനസാക്ഷിയുടെ വിധി തെറ്റായി പോകാം. അതുപോലെ തന്നെ ശരിയായി രൂപീകരിക്കപ്പെടാത്ത ഒരു മനസാക്ഷി അവനെ തെറ്റിലേക്ക് നയിക്കാം. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുകയും തന്റെ അറിവിന്റെ വെളിച്ചത്തിൽ അത് ശരിയാണെന്ന് കരുതി അത് ചെയ്യുകയും ചെയ്താൽ അത് ഇൻവിൻസിബിൾ ഇഗ്നോറൻസ് എന്നാണ്. ആ തെറ്റിന് അവൻ ദൈവ തിരുമുൻപാകെ കുറ്റക്കാരനാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മടി കാണിച്ചു മനസാക്ഷിയെ ബോധപൂർവം അവഗണിച്ചും ചെയ്യുന്ന തെറ്റുകൾ, വിൻസിബിൾ ഇഗ്നറൻസ്, അതിന് മനുഷ്യൻ പൂർണ്ണമായി ഉത്തരവാദിയുമാണ്. ഈ നിയമം എല്ലാ കാലത്തുമുള്ള മനുഷ്യന് ബാധകമാണ്. മനുഷ്യ മനസാക്ഷിയുടെ നിയമം ദൈവത്തിൽ നിന്നുള്ളതാണ്, അത് മാറ്റമില്ലാത്തതുമാണ്. അതിലൂടെ മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സഭയുടെ ആധുനിക ദൈവശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിൽ മനുഷ്യ മനസാക്ഷിയെ സംബന്ധിച്ച് വ്യക്തവും അടിസ്ഥാനപരവുമായ പ്രതിപാദ്യങ്ങളാണ് സഭ നൽകിയിട്ടുള്ളത്. മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖിതമായ ഒരു നിയമമുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നതിലാണ് മനുഷ്യ മാഹാത്മ്യം കുടികൊള്ളുന്നത്. അതനുസരിച്ച് അവൻ വിധിക്കപ്പെടുകയും ചെയ്യും. ഓരോ മനുഷ്യന്റെയും ഏറ്റവും രഹസ്യമായ ഉള്ളറയും ദിവ്യസ്ഥാനവുമാണ് മനസാക്ഷി. അവിടെ തൻ്റെ അന്തരാളങ്ങളിൽ ആരുടെ സ്വരം പ്രതിധ്വനിക്കുന്നോ ആ ദൈവത്തോടുകൂടി അവൻ ഏകനാണ് എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രബോധന രേഖയിൽ കൃത്യമായി പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന് മുൻപുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഓരോ വ്യക്തിയിലും മനസാക്ഷിയുടെ ശബ്ദമുണ്ടായിരുന്നു എന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നിയമവും പ്രവാചകന്മാരും ഇല്ലാതിരുന്നിട്ടും ദൈവിക വ്യവസ്ഥിതി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്തവർ ആരൊക്കെ ആയാലും അവർ നിത്യജീവനിൽ പങ്കാളികളാകുമെന്നുള്ളതാണ് സഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദവ്യാസനോ വാൽമീകിയോ മഹാത്മാഗാന്ധിയോ ശ്രീബുദ്ധനോ അവരുടെ ഒക്കെയും മനസാക്ഷിയുടെ പ്രേരണകൾക്കനുസരിച്ച് ശുദ്ധവും നീതിപൂർവകവുമായ ജീവിതം നയിച്ചവരാരും രക്ഷയിൽ നിന്ന് അകലെയല്ലെന്ന് കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളും വിശുദ്ധ വേദപുസ്തകവും കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തം കുറ്റത്താലല്ലാതെ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും അറിയാതിരിക്കുകയും എന്നാൽ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും മനസാക്ഷിയുടെ പ്രേരണയാൽ ദൈവഹിതം പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് അസന്നിഗ്ധമായി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. മനസാക്ഷി അനുസരിച്ച് ജീവിച്ച ക്രൈസ്തവരും ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന പഴയ നിയമകാലത്തിലെ അബ്രാഹാം മുതലുള്ള നീതിമാന്മാരും വിശുദ്ധരും സ്വർഗത്തിലെത്തുമ്പോൾ അവർ തങ്ങളുടെ സ്വന്തം യോഗ്യത കൊണ്ടായിരിക്കില്ല അവിടെ എത്തുന്നത്. വിധി ദിവസം അവരുടെ മനസാക്ഷിയുടെ വിശ്വസ്തത പരിശോധിക്കപ്പെടുമെങ്കിലും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതും അവർക്ക് സ്വർഗവാതിൽ തുറക്കപ്പെടുന്നതും യേശുക്രിസ്തുവിലൂടെ ആയിരിക്കുമെന്ന് സഭ വിശ്വസിക്കുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് മുൻപ് യുക്തിക്കും നന്മയ്ക്കും നീതിക്കും സമാധാനത്തിനും സ്നേഹത്തിനും അനുസരിച്ച് ജീവിച്ചവരെല്ലാം ക്രിസ്ത്യാനികൾ തന്നെ ആയിരുന്നുവെന്ന് സഭയുടെ വിശാലമായ കാഴ്ചപ്പാട് സഭയിലെ ആദ്യത്തെ തത്വചിന്തകന്മാരിൽ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരിൽ തുടങ്ങി ഈ കാലഘട്ടം വരെയും മാറ്റമില്ലാതെ തുടരുന്ന യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയെന്ന അടിസ്ഥാന വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോഴും അവിടുത്തെ അറിയാൻ സാധിക്കാത്ത നീതിമാന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മനസാക്ഷിയുടെ നിയമം പാലിച്ച് ജീവിച്ചുകൊണ്ട് മിശിഹായുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ നിത്യരക്ഷയ്ക്ക് അർഹരായിത്തീരുന്നു എന്ന വിശാലമായ കാഴ്ചപ്പാടും ദൈവത്തിന്റെ അനന്തമായ കരുണയും നീതിയും ഏതെങ്കിലും ഒരു അതിർവരമ്പുകളിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ള ചിന്തയും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ അന്തസത്തയാണ്. യഥാർത്ഥ മതം എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ ആഗസ്തീനോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ വരവിന് മുൻപ് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ജീവിച്ചവർക്കാർക്കും ദൈവം തന്റെ രക്ഷ നിരസിച്ചിട്ടില്ല. എന്നാൽ സഭയുടെ പരിസരങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുള്ള ചില ആളുകൾ തന്നെ തികച്ചും തെറ്റിദ്ധാരണാജനകമായി സഭയുടെ ദൈവശാസ്ത്രത്തെയോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിനെയോ മനസ്സിലാക്കാതെ മതസ്പർദ്ധയ്ക്കോ സാമൂഹിക വിഭജനങ്ങൾക്കോ സാമുദായിക വിഭജനങ്ങൾക്കോ കാരണമാകുന്ന വളരെ സങ്കുചിതമായ കാര്യങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. എല്ലാ മതങ്ങളും മനുഷ്യരും സാഹോദര്യത്തിലും സമാധാനത്തിലും ജീവിച്ചുകൊണ്ടാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു നാളെ രൂപപ്പെടുത്താനും വരും തലമുറയ്ക്ക് സമ്മാനിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ കൈകൾ എല്ലാവരുടെയും നേരെ
വിരിച്ചിരിക്കുന്ന കൈകളാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖന വ്യാഖ്യാനത്തിൽ ദൈവശാസ്ത്രകാരനായ കാൾ ബാർത്ത് എഴുതിയ ഒരു വാചകം വളരെ പ്രസക്തമാണ്. നിത്യതയുടെ നാണയത്തിൽ പ്രതിഫലം നൽകാൻ കഴിയുന്ന ഏക വ്യാപാരി ദൈവം മാത്രമാണ്. നിത്യമായി നിലനിൽക്കുന്ന ഒരു മൂല്യനിർണയം നടത്താൻ അവിടുത്തേക്ക് മാത്രമേ സാധിക്കൂ.